ലോകായുക്ത നിയമ ഭേദഗതിയിൽ സർക്കാരിന് ആശ്വാസം. ലോകായുക്ത നിയമ ഭേദഗതി ഹൈക്കോടതി ശരിവെച്ചു. രമേശ് ചെന്നിത്തലയുടെ ഹർജി ഹൈക്കോടതി തള്ളി. ലോകായുക്തയുടെ അധികാരം പരിമിതപ്പെടുത്തിയ ഭേദഗതിയാണ് ശരിവെച്ചത്. ലോകായുക്തയുടെ ഉത്തരവിന് ഇനി ഉപദേശ സ്വഭാവമായിരിക്കും. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി. ശ്യാം, വലിയ ഉത്തരവാണത്. ലോകായുക്ത നിയമ ഭേദഗതി ശരിവെക്കുന്നു. ലോകായുക്ത ഇനി ഉപദേഷ്ടാവ് എന്ന രൂപത്തിൽ മാത്രം പ്രവർത്തിക്കാവുന്ന ഒരു സംവിധാനമാകുന്നപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഹർജി തള്ളിക്കൊണ്ട് എന്താണ് കോടതി വ്യക്തമാക്കുന്നത്? ലോകായുക്ത 1999 ലോകായുക്ത നിയമ ഭേദഗതി കഴിഞ്ഞ വർഷമാണ് സർക്കാർ ഇത് ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാരിന്റെ ഈ നടപടി ചോദ്യം ചെയ്താണ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഈ ഹർജിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയത്. മാത്രമല്ല, സംസ്ഥാന സർക്കാരിന്റെ ലോകായുക്ത നിയമ ഭേദഗതി ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തു. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. പക്ഷേ ഒരു ഭേദഗതി ഇതിൽ ഹൈക്കോടതി തന്നെ ഇക്കാര്യത്തിൽ ഒരു വകുപ്പിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. കാരണം പൊതുപ്രവർത്തകർക്കെതിരായ അഴിമതി അന്വേഷണത്തിൽ ലോകായുക്ത ഉത്തരവിൽ സർക്കാരിന് തീരുമാനമെടുക്കാം. അത്തരമൊരു കാര്യത്തിൽ ലോകായുക്ത അന്വേഷണത്തിന് ഉത്തരവിട്ടാലും അതിൽ സർക്കാരിന് തീരുമാനമെടുക്കാം എന്നതാണ്. ലോകായുക്തയുടെ വിധി തള്ളാനോ ഭേദഗതി ചെയ്യാനോ ഈ നിയമ ഭേദഗതിയിലൂടെ സർക്കാരിന് കഴിയുകയും ചെയ്യും. ലോകായുക്തയുടെ അധികാരം പരിമിതപ്പെടുത്തിയ ഭേദഗതിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചിരിക്കുന്നത്. ലോകായുക്തയുടെ ഉത്തരവിന് അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഒരു ഉപദേശ സ്വഭാവം കൂടി വരും. അത് ഈ പൊതുപ്രവർത്തകർക്കെതിരായ അന്വേഷണത്തിന്റെ കാര്യത്തിലാണ് ഈ ഒരു ഭേദഗതി വരിക. ലോകായുക്ത ദുർബലപ്പെടുമെന്ന പ്രതിപക്ഷവാദം ഹൈക്കോടതി തള്ളുകയും ചെയ്തു. പല ഉത്തരവുകളും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന ഉത്തരവുകളായിരുന്നു. അതിനുശേഷമാണ് ഒരു ഭേദഗതിയിലേക്ക് സർക്കാർ പോയത്. ആ ഭേദഗതി ഇപ്പോൾ കോടതി ശരിവെക്കുകയും ചെയ്തിരിക്കുന്നു.